പ്രിയമുള്ളവരെ, വചനജ്വാല 1429 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ 30 ബുധനാഴ്ച എല്ലാവർക്കും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ സഭാപ്രസംഗകൻ 10-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളും 11-ാം അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള തിരുവാക്യങ്ങളുമാണ് നാം ശ്രവിക്കുക. ചത്ത ഈച്ച പരിമള ദ്രവ്യത്തിൽ ദുർഗന്ധം കലർത്തുന്നു. അതുപോലെ ജ്ഞാനവും പ്രശസ്തിയും കെടുത്താൻ അല്പം മൗഢ്യം മതി. ജ്ഞാനിയുടെ ഹൃദയം വലത്തോട്ടും വിഡ്ഢിയുടെ ഹൃദയം ഇടത്തോട്ടും ചായ്വ് കാണിക്കുന്നു. മൂഢൻ വഴിയെ നടന്നാൽ മതി. അല്പബുദ്ധിയായ അവൻ താൻ ഭോഷനാണെന്ന് വെളിപ്പെടുത്തും. രാജാവ് കോപിച്ചാൽ സ്ഥലം വിടാതെ അവിടെ തന്നെ നിൽക്കണം. വിധേയത്വം വലിയ തെറ്റുകൾക്ക് പരിഹാരമായി ഭവിക്കും. സൂര്യന് കീഴെ ഞാൻ ഒരു തിന്മ കണ്ടു. രാജാക്കന്മാർക്ക് പറ്റുന്ന ഒരു തെറ്റ്. ഭോഷൻ ഉന്നത സ്ഥാനത്തെത്തുന്നു. സമ്പന്നർ താണ തലങ്ങളിൽ ഇരിക്കുന്നു. അടിമകൾ കുതിരപ്പുറത്തും പ്രഭുക്കൾ അടിമകളെ പോലെ കാൽനടയായും സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടു. കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും. ചുമര് പൊളിക്കുന്നവനെ സർപ്പദംശനമേൽക്കും. കല്ല് വെട്ടുന്നതിനെ അതുകൊണ്ട് തന്നെ മുറിവേൽക്കും. വിറക് കീറുന്നവനെ അതിൽ നിന്ന് അപകടം സംഭവിക്കും. മുന തേഞ്ഞ ഇരുമ്പ് കൂർപ്പിക്കാതിരുന്നാൽ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും. എന്നാൽ ജ്ഞാനം വിജയം നേടുന്നു. മെരുക്കുന്നതിന് മുമ്പ് സർപ്പം ദംശിക്കാൻ പാമ്പാട്ടിയെ കൊണ്ട് പ്രയോജനമില്ല. ജ്ഞാനിയുടെ വചനം പ്രസാദകരമാണ്. ഭോഷന്റെ അധരം അവനെ തന്നെ ഗ്രസിക്കുന്നു. അവന്റെ മൊഴികളുടെ ആരംഭം വിഡ്ഢിത്തമാണ്. സംസാരത്തിന്റെ അവസാനം തനി ഭ്രാന്തും. തനിക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്ന് പറയാൻ ആർക്കും സാധിക്കുകയില്ല. വരാനിരിക്കുന്നത് ആരും അറിയുന്നുമില്ല. എങ്കിലും ഭോഷൻ അമിത ഭാഷണം ചെയ്യുന്നു. നഗരത്തിലേക്കുള്ള വഴി അറിയാതെ കഷ്ടപ്പെട്ട് ഭോഷൻ തളരുന്നു. ശിശു ഭരണം നടത്തുകയും രാജകുമാരന്മാർ ഉഷസിൽ വിരുന്നുണ്ണുകയും ചെയ്യുന്ന രാജ്യമേ, നിനക്ക് ആ കഷ്ടം. ആഭിജാത്യമുള്ള രാജാവിനെ ലഭിച്ച രാജ്യം ഭാഗ്യമുള്ളത്. അവിടെ രാജകുമാരന്മാർ ശക്തി ആർജിക്കാൻ വേണ്ടി ഉന്മത്തരാകാനല്ല, ഉചിത സമയത്ത് മാത്രം വിരുന്നു നടത്തുന്ന രാജ്യം ഭാഗ്യമുള്ളത്. ഉടമസ്ഥൻ അസദ്രനായാൽ മേൽക്കൂര ഇടിഞ്ഞു വീഴും. അവൻ അലസനായാൽ പുര ചോരും. അപ്പം ഉണ്ടാക്കുന്നത് സന്തോഷിക്കാനാണ്. വീഞ്ഞ് ജീവിതത്തിന് ആനന്ദം പകരുന്നു. എന്നാൽ എല്ലാറ്റിനും പണം വേണം. രാജാവിനെ വിചാരത്തിൽ പോലും ശപിക്കരുത്. ഉറക്കറയിൽ പോലും ധനവാനെയും. ആകാശപ്പറവകൾ നിന്റെ ശബ്ദം ഏറ്റെടുക്കും. ഏതെങ്കിലും പതിത്രിജാതി അക്കാര്യം ഉതിർത്തുന്നും വരും. പ്രിയമുള്ളവരെ, നമ്മള് 11-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 1 മുതൽ 5 വരെയുള്ള തിരുവാക്യങ്ങൾ കൂടി നാം ഇന്ന് ശ്രവിക്കുന്നു. വിവേകപൂർവം പ്രവർത്തിക്കുക. അപ്പം നീ വെള്ളത്തിലേക്ക് എറിയുക. പല നാളുകൾക്ക് ശേഷം അത് നീ കണ്ടെത്തും. 7 8 കാര്യങ്ങളിൽ ധനം മുടക്കുക. ഭൂമിയിൽ എന്ത് തിന്മയാണ് സംഭവിക്കുക എന്ന് നീ അറിയുന്നില്ലല്ലോ. മേഘങ്ങൾ
വെള്ളം നിറയുമ്പോൾ അത് നിശേഷം ഭൂമിയിലേക്ക് ചൊരിയുന്നു. തെക്കോട്ടോ വടക്കോട്ടോ വീഴുന്ന വൃക്ഷം വീണിടത്തു തന്നെ കിടക്കും. കാറ്റ് നോക്കിയിരിക്കുന്നവൻ വിതയ്ക്കുകയോ മേഘങ്ങളെ നോക്കിയിരിക്കുന്നവൻ കൊയ്യുകയോ ഇല്ല. ഗർഭിണിയുടെ ഉദരത്തിൽ ചൈതന്യം പ്രവേശിക്കുന്നത് എങ്ങനെ എന്ന് അറിയാത്തതുപോലെ സർവത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിന്റെ പ്രവൃത്തികളും നീ അറിയുന്നില്ല. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനും വേദ പാരംഗതനുമായ വിശുദ്ധ പീറ്റർ ക്രിസോളഗസിനെ അനുസ്മരിക്കുന്ന സുദിനം കൂടെയാണ്. പാശ്ചാത്യ റോമൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ റൊവായനായിലെ മെത്രാനായിരുന്നു സ്വർണ വജസ് എന്നർത്ഥമുള്ള ക്രിസോളഗസ്. തന്റെ രൂപതയിൽ പല തെറ്റുകളും വിജാതീയ അന്ധവിശ്വാസങ്ങളും തിരുത്തേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കി പ്രസംഗങ്ങൾ മുഖേന അവ നീക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരുന്നു. ആ പ്രസംഗങ്ങൾ മിക്കതും നഷ്ടപ്പെട്ടു പോയി. പുതിയ ആശയങ്ങൾ അവയിൽ അധികമില്ലായിരുന്നു. എങ്കിൽ അവ തീരെ പ്രായോഗികമായിരുന്നു. 5-ാം ശതാബ്ദത്തിലെ ജർമ്മൻ ജീവിത രീതി അവയിൽ തെളിഞ്ഞു കാണാമായിരുന്നു. അധ്യാപനത്തിലും ഭരണത്തിലും തിരുസഭയോട് ശരിയായി വിശ്വസ്തത പാലിച്ചുകൊണ്ട് തന്റെ ജോലികളെല്ലാം സമ്യക്കായി അദ്ദേഹം നിർവഹിച്ചു പോന്നു. സുഹൃതം കഴിഞ്ഞാൽ മനുഷ്യന് അത്യന്താപേക്ഷിതമായിട്ടുള്ളത് വിദ്യാഭ്യാസമാണെന്ന ബോധം ക്രിസോളഗസിന്റെ പ്രസംഗങ്ങളുടെ മാറ്റുകൂട്ടി. സത്യമതത്തിന് സുഹൃത ജീവിതം കഴിഞ്ഞാൽ ഏറ്റവും വലിയ സഹായമാകുന്നത് വിദ്യാഭ്യാസമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിമതം. അജ്ഞത ഒരു സുഹൃതമല്ല. 448 എവുത്തിക്കസ് ക്രിസ്തുവിൽ ഏക സ്വഭാവമേ ഉള്ളൂവെന്ന തന്റെ പാഷണ്ഡതയ്ക്ക് താങ്ങായി ക്രിസോളഗസിനെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പ്രതിവചിച്ചു. വിശ്വാസത്തിന്റെയും സന്മാർഗത്തിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ റോമാ മെത്രാന്റെ സമ്മതം കൂടാതെ നാം ഒന്നും തീരുമാനിക്കരുത്. മനുഷ്യാവതാര രഹസ്യം വിശ്വാസദൃഷ്ട്യാ സ്വീകരിക്കാൻ ഉപദേശിച്ചുകൊണ്ട് ക്രിസോളഗസ് എവക്കുത്തിക്കസിനെ ബോധിപ്പിച്ചു. തിരുസഭയുടെ സമാധാനം സ്വർഗത്തിൽ സന്തോഷം ഉളവാക്കുമെങ്കിൽ ഭിന്നത സങ്കടമുളവാക്കും. മരണത്തിന് ഏതാനും നാൾ മുമ്പ് വിശുദ്ധൻ ജന്മനാളായ ഇമോളായിലേക്ക് മടങ്ങി 450 അവിടെ വെച്ച് മരിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലെ ആധികാരികത കണക്കിലെടുത്ത് 1729 ബെനഡിക്ട് 13 മാർപ്പാപ്പ വേദപാരംഗതൻ എന്ന പദവിയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തി. പ്രിയമുള്ളവരെ, മെത്രാനും വേദപാരംഗതനുമായ വിശുദ്ധ ക്രിസോളഗസിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.